നമസ്കാരം, ബി വി സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഓണത്തിനെ മോരുകറി വെക്കാറുണ്ടല്ലോ, അത് തേങ്ങയൊക്കെ അരച്ച്. നമുക്കത് തേങ്ങയൊന്നും അരയ്ക്കാതെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു മോരുകറി വെച്ചാലോ? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കെന്നാ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇതിന് ആവശ്യമായി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളിയുടെ പകുതി, ഒരു പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, പിന്നെ നല്ല കട്ടിയുള്ള തൈര് 1 ഗ്ലാസ്. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കെന്നാ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ചെറിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാവേ. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാവേ. ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 4-5 ഉലുവ ഇട്ട് കൊടുക്കാം. ആ ഉലുവയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കത്തില്ല. അപ്പം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട്. ഞങ്ങളിങ്ങനെ വീഡിയോ വെക്കുന്നത് വളരെ എളുപ്പത്തിൽ മോരുകറി വെക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ അതിൽ നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കണം. നല്ലതായിട്ട് ഒന്നുകൂടി ഇളക്കി കുറിച്ചിട്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ആ പച്ചമുളക് നമുക്ക് നടുവേ മുറിച്ചിടാവേ. നമ്മൾ വേറെ ഇതിൻ്റെ അകത്ത് മുളകൊന്നും ചേർക്കുന്നില്ല, എരിവ് ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെ ഒറ്റ എരിവുള്ള നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ലതായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണേ. അത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ അകത്ത് തക്കാളി ചേർത്ത് കൊടുക്കണം. നമ്മൾ പകുതി തക്കാളി വെച്ചിട്ടില്ലായിരുന്നു, അതിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കണം. കാരണം അവിഞ്ഞ് പോകണ്ട, ഇത് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയേ. പുളി ഒന്ന് ഇറങ്ങിച്ചാൽ മതി. അതിൻ്റെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തൈര് അത് നല്ലതായിട്ടൊന്ന് ഉടയ്ക്കണം. കട്ടത്തൈരാണെന്ന് ഉടച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. ആ തൈരെടുത്ത പാത്രം ഒന്ന് കഴുകി ആ വെള്ളം കൂടെ അതിൻ്റെ അതിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. തിളയ്ക്കരുത്, തിളച്ച് പോയാൽ ഈ തൈര് മോര് വിരിഞ്ഞു പോകുന്നതാണേ. നന്നായിട്ട് ഇളക്കണം, ചൂടായാൽ മാത്രം മതി. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ തേങ്ങ അരയ്ക്കാത്ത മോരുകാച്ചി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം, കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്കിന്ന് അടുത്ത വീഡിയോ കാണാവേ.